എന്തൊരു കഷ്ടമാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരായ ആളുകൾ ഈ ഇസ്ലാമിക ഏത് തരത്തിലുള്ള ഭീകരവാദമായാലും ആ ഭീകരവാദത്തിൽ ആകൃഷ്ടരായിട്ട് സുരക്ഷിതമായി ജീവിക്കാൻ, സമാധാനപൂർവ്വം ജീവിക്കുന്ന നാടുകളിൽ പോയിട്ട് അവിടെ അക്രമം ഉണ്ടാക്കുക. അവിടെ അക്രമം ഉണ്ടാക്കുമ്പോൾ ഒന്ന് അവർ സ്വയം നശിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ തന്നെ ഈ വിശ്വാസ പ്രമാണമായ ഇസ്ലാമിനെ ലോകം മുഴുവൻ അപമാനിക്കുന്നു. അതിനേക്കാളേറെ അവരുടെ ജന്മനാടായ ഇന്ത്യ അവമാനിക്കുന്നു. ഇന്ത്യ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നാടാണല്ലോ. ഇന്ത്യ സമാധാനത്തിൻ്റെ പക്ഷത്താണ്. ഇന്ത്യ ഏത് യുദ്ധഭൂമിയിലും പോയിട്ട് ശാന്തിമന്ത്രം ഉരുവിടുന്നൊരു നാടാണ്. ചേരിചേരാ രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ മാത്രമല്ല, ലോകോത്തരമായൊരു ഒരു തത്വചിന്താ പദ്ധതി ഉണ്ടല്ലോ നമുക്ക്. അത് മറ്റു പലർക്കും ഇല്ലാത്തതാണ്. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ചിലത് ഞങ്ങൾക്കുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്കുള്ള പലതും ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളുടെ ആ ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പ്, പുറത്താക്കൽ, ബഹിഷ്കരണം, ഊരുവിലക്ക്, ഇങ്ങനെയുള്ള സംഗതികളാണ് നമുക്കില്ലാത്തത്. അപരത്വം നമുക്കില്ലല്ലോ. നമുക്കുള്ളത് എപ്പോഴും ഏകത്വമാണല്ലോ, ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇവിടുന്ന് ഇത് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ലോകത്ത് ഈ ഇസ്ലാം എന്ന് കണ്ടാൽ പേടിക്കുന്ന ഒരു കാലം. ഓരോ യാത്രക്കാരനെയും 100 വട്ടം പരിശോധിച്ചിട്ട് തുണിയഴിച്ച്, APJ അബ്ദുൽ കലാമിനെ പോലും മുണ്ടഴിച്ച് പരിശോധിപ്പിച്ചൊരു ലോകമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് കലാം എന്നാണ്. കലാം എന്ന പേര് കണ്ടാൽ അയാളുടെ കുറ്റം കൊണ്ടല്ല, ലോകത്ത് കുറച്ചു പേരാണെങ്കിൽ പോലും ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഉണ്ടാക്കി വെച്ച അപകടം കൊണ്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ആരെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം അനുഷ്ഠിക്കുന്ന അരുതായ്മകളുടെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ലോകമാകെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ആണ് ഇന്ത്യയിൽ നിന്നും അതിന് കൂട്ടുപിടിക്കുന്ന. ഇവർ മാത്രമല്ലല്ലോ, അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, ഇതിനോട് ചേർന്ന കുറേ പേരുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.